പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ചക്കക്കുരുവും കറിവേപ്പിലയും കൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ ഫ്ലവർ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ചക്കക്കുരു വെച്ച് നമുക്കെങ്ങനെ ഫ്ലവർ ഉണ്ടാക്കാമെന്ന് നോക്കാം. എടുത്തിട്ടത് ഇങ്ങനൊന്ന് മുറിക്കണം. അപ്പം ചക്കക്കുരു നമ്മൾ 2 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തു. ഇനി ഇത് അടർത്തി ഇതിൻ്റെ ഈ പാട ഇങ്ങനെ എടുക്കണം. തൊലി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മളൊന്ന് കളർ കൊടുക്കാം. ഈ ചക്കക്കുരുവിൻ്റെ തൊലിക്ക് കളർ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാവേ. ഞാനിവിടെ ഒരു ചുമന്ന കളറാണ് കൊടുക്കുന്നത്. പിന്നെ പുറത്ത് നല്ല മഴ നടക്കുവാണ്, നല്ല മഴയാണ്. അതുകൊണ്ടാണ് ഈ എരപ്പൊക്കെ കേൾക്കുന്നത് മഴയുടെ. അപ്പോൾ നമ്മൾ പാടയ്ക്ക് ഈ ചക്കക്കുരുവിൻ്റെ തൊലിക്ക് നമ്മൾ കളർ കൊടുത്തു. ചക്കക്കുരുവിൻ്റെ തൊലിക്ക് നമ്മൾ കളർ കൊടുത്തു. ഇനി ഇതിനൊരു തണ്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിനൊരു തണ്ടെടുത്തു. ആ തണ്ടിൻ്റെ അറ്റത്തൊരു കെട്ടിടണം. കെട്ടിട്ടിട്ട് അവിടെ ഒരു മുട്ടും കോർക്കണം. പിന്നെ ഇവിടെ ഗ്രീൻ ടേപ്പ് ചുറ്റണം. അത് കഴിഞ്ഞ് നമുക്ക് ഈ തോട് ഇങ്ങനെ അങ്ങോട്ട് കയറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ചക്കക്കുരുവിൻ്റെ ഇതുകൊണ്ട് ഫ്ലവർ ഉണ്ടാക്കി. അപ്പോൾ ഇതിന് നമുക്കിനി ഒരു ഇല കൊടുക്കാം. ഇല കൊടുക്കാൻ നമ്മളിവിടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കറിവേപ്പില. ഈ കറിവേപ്പില കറി വെച്ച് കഴിയുമ്പോൾ നമ്മൾ ബാക്കി വരുന്നത് അവിടെ വീട്ടിൽ വെച്ചേക്കുമല്ലോ. അപ്പോൾ അത് ഉണങ്ങിപ്പോകും. അങ്ങനെ ഉണങ്ങിപ്പോകുന്ന കറിവേപ്പില നമ്മൾ ദൂരെ കളയുകയാണ് ചെയ്യുന്നത്, പുറത്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കറിവേപ്പില കൊണ്ട് നമുക്കിന്ന് ഇതിന് ഒരു ഇല കൊടുക്കാം. അതെങ്ങനെ കൊടുക്കുമെന്ന് കാട്ടിത്തരാം. നമ്മുടെ ഈ ഇലയ്ക്ക് നമ്മൾ പച്ച കളർ കൊടുക്കുക. ഇതൊന്ന് ഉണങ്ങട്ടെ. അപ്പം നമ്മുടെ കറിവേപ്പില ഉണങ്ങിക്കും. അപ്പം നമ്മളിതിന് കളറൊക്കെ അടിച്ച് ഇതിനെ ഇലയാക്കി എടുക്കും. നമ്മുടെ കറിവേപ്പിലേക്ക് ഉണങ്ങിപ്പോയ കറിവേപ്പിലേക്ക് നമ്മൾ കളർ അടിച്ച് അത് ഇലയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ച പൂവും കൂടെ നമുക്ക് ചേർത്ത് വെക്കാം. അപ്പോൾ നേരത്തെ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന പൂ നിങ്ങളെ കാട്ടിത്തരാം. അതിൻ്റെ കൂടെ ഇതുകൂടെ ചേർത്ത് വയ്ക്കുക. അപ്പം ഉണങ്ങിപ്പോയ കറിവേപ്പിലയും ചക്കക്കുരുവിൻ്റെ തൊലിയും കൊണ്ട് നമ്മൾ നല്ലൊരു ഫ്ലവർ ഉണ്ടാക്കി. നിങ്ങളും വീട്ടിൽ ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇതുവരെ എൻ്റെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും
ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. അപ്പോൾ ചാനൽ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.